നീ ഇപ്പം എന്താ ചെയ്യാൻ പോണ്? ആ ഒരൊറ്റ ഉള്ളിൽ നിന്നുള്ളൊരു വിളിയുണ്ടല്ലോ, ഉള്ളിൽ നിന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം കാരണം അയാൾ ആത്മഹത്യ ചെയ്യാതെ ആ പാളത്തിൽ നിന്ന് എണീറ്റ് നടന്നു. എണീറ്റ് നടന്നതൊരു ചരിത്രത്തിലേക്കാണ്. മഹാഭാരതത്തെക്കുറിച്ച് 4000 പേജുള്ള പുസ്തകം എഴുതി കഴിഞ്ഞ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. 4000 പേജുള്ള പുസ്തകം, ഒരൊറ്റ മനുഷ്യൻ. 100 കണക്കിന് പുസ്തകങ്ങൾ വേറെയും എഴുതി കഴിഞ്ഞ ഒരാളാണെന്ന്. ബി ജയമോഹൻ എന്നാണ് അതിൻ്റെ പേര്. റെയിൽവേ പാളത്തിൽ ചെതറേണ്ട ശരീരമായിരുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും ശമ്പളം വാങ്ങുന്ന എഴുത്തുകാരനാണ്. എന്തിരൻ, പൊന്നിയൻ സെൽവൻ പോലെയുള്ള വലിയ ചിത്രങ്ങളുണ്ട്, അതൊക്കെ എഴുതിയ ആളാണ്. രജനീകാന്തും കമൽഹാസനും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ പറഞ്ഞിട്ട് വരണം, കയറി വരാൻ പറ്റൂല. അത്രയും വിലപിടിപ്പുള്ള വിരൽത്തുമ്പുകളുടെ മനുഷ്യനാണ് ഇന്ന് ബി ജയമോഹൻ. ഞാൻ പറഞ്ഞത് ഇതാണ്, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഈശ്വരൻ ഉണ്ടാക്കി വെക്കണ ഒരു വിധിയുടെ പുസ്തകമുണ്ട്. നമുക്കറിയില്ല അതെന്തായിരിക്കുമെന്ന്. നമ്മുടെ ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ളത് എങ്ങനെയാ? ഒരു വരയും മുകളിലൊരു കുത്തും കൊടുക്കും, അല്ലേ? ഒരു വരയും മുകളിലൊരു കുത്തും കൊടുക്കും, ഐ. അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു അത്ഭുതമില്ല, ഇല്ലല്ലോ? എന്നാൽ അതിങ്ങനെ തിരിച്ചിട്ടാലോ, അതൊന്നിങ്ങനെ തിരിച്ചിടുമ്പോഴോ നമ്മളതിന് അത്ഭുതം എന്നാ പറയുക. ഓരോ ഐയുടെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്ന ഒരത്ഭുതമുണ്ട്. ഓരോ ഐയുടെ ഉള്ളിലും, ഐ മീൻസ് ഇൻഡിവിജ്വൽ, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന ഒരത്ഭുതമുണ്ട്. ആ അത്ഭുതം തിരിച്ചറിയാതെ പോയ മനുഷ്യരാണ് ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും. ഉള്ളിൽ എന്തുണ്ട് എന്ന് അറിയാതെ പോയ മനുഷ്യരാണ്. സത്യത്തിലൊരു വിദ്യാലയം എന്ന് പറയുമ്പോൾ എന്തിനാണൊരു വിദ്യാലയം? എന്നാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലേ? പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. പാഠപുസ്തകത്തിന് അപ്പുറത്തുള്ള എന്തോ ഒന്ന് കിട്ടാനുള്ളതാണ് വിദ്യാലയം. പാഠപുസ്തകത്തിൻ്റെ അപ്പുറത്തുള്ളത് എന്തോ കിട്ടാനുള്ളതാണ്. അവർ ജീവിക്കുന്നൊരു സമൂഹമുണ്ട്, എല്ലാ മതസമൂഹങ്ങളുമുള്ള, എല്ലാ സംസ്കാരങ്ങളുള്ള, എല്ലാ ആഘോഷങ്ങളുമുള്ള, വ്യത്യസ്തതകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. ആ വ്യത്യസ്തതകൾ അവരറിയണം. അതവരറിയാതെ പോയാൽ അവർ ജീവിക്കുന്നൊരു സമൂഹത്തെ അവരറിയാതെ പോകും. നമ്മുടെ മോന് 4ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു സ്കൂളിലായിരുന്നു. ആ സ്കൂളിൽ അവൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ കാണുള്ളൂ. അവൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രം കാണും. അവൻ്റെ മതത്തിലെ അതേ ആഘോഷങ്ങൾ മാത്രം കാണും, വേറൊന്നും കാണില്ല. ആ ഇടയ്ക്കാണ് നമ്മളൊരു കവിത വായിച്ചത്. ഒരു കവിത ഇങ്ങനെയാണ്: അവൻ്റെ മകനും മകളും വിവേകാനന്ദ വിദ്യാഭവനിൽ, എൻ്റെ മകൾ സെൻറ് തോമ ഇംഗ്ലീഷ് സ്കൂളിൽ, നിന്റെ മകനും മകളും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ. ആയില്ലേ? ഒരേ ബെഞ്ചിലിരുന്ന്, ഒരു പാഠപുസ്തകം പങ്കിട്ട്, ഒരേ വിശപ്പ് വായിച്ച്, നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ സ്കൂള് ഇപ്പോഴും അവിടെ ഉണ്ട്. നമ്മുടെ അച്ഛനമ്മമാരെ പോലെയുള്ള ആളുകളുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരിക്കൽ നമ്മുടെ മക്കൾ കുരിശും വാളും തൃശൂലവുമായി പോരിനിറങ്ങുമ്പോൾ നടുക്കു വീണ് തടുക്കുവാൻ അവരെങ്കിലും മിടുക്കരാകട്ടെ. പണ്ട് നാരായണ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന
സഹോദരന്മാരെ പോലെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അത് അദ്ദേഹം പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നറിയാം? നമ്മുടെ വിദ്യാലയങ്ങളെ ചൂണ്ടിയിട്ടായിരുന്നു. എന്ന് പറയാൻ കഴിയോ? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് നമ്മുടെ വിദ്യാലയങ്ങളെ ചൂണ്ടിയിട്ട് പറയാൻ കഴിയുമോ? പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വിദ്യാലയങ്ങൾ മാറി. ഓരോരുത്തർക്കും അവരവരുടേതായ സമൂഹങ്ങളെ, സംസ്കാരങ്ങളെ, ആഘോഷങ്ങളെ, ആചാരങ്ങളെ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറി. അവരല്ലാത്തവരൊന്നും ഒരു കാണാതായി. അതുകൊണ്ടാണ് എത്ര തിരക്കിനിടയിലും KETയിലേക്ക് പാഞ്ഞു വന്നത്. KET ഈ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഈ നാട് മുഴുവനും പടരേണ്ട ഒരു മെസ്സേജാണ്. ഈ നാട് മുഴുവനും വ്യാപിക്കേണ്ട ഒരു മെസ്സേജാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും പൂമ്പാറ്റകളെ പോലെ പാറി നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഇടങ്ങളാണ് ഇന്ന് വ്യാപിക്കേണ്ടത്. അതിന് പറ്റുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളുള്ള ആളുകളാണ് KETയുടെ പിന്നിലുള്ളത് എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വന്നിട്ടുള്ളത്. KETക്ക് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് റിയാസ് ഭായി, മൂസ ഡോക്ടർ, പ്രിൻസിപ്പൽ മാഡം, ജസ്ല മാഡം, ഇങ്ങനെ ഇതിൻ്റെ പിന്നിലുള്ള ഓരോ ആളുകൾക്കും രക്ഷിതാക്കൾക്കും എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, sir, for your valuable and motivating speech. Now, it's time to honor our chief guest with a memento. I request our Honorable Chairman, Dr. Moses, sir, to present the memento in the presence of other dignitaries. Thank you all. അല്ല, ഞാൻ നമ്മുടെ സാധാരണ സ്കൂളുകളിലൊക്കെ പോയാൽ വലിയൊരു ഫലകം തരും. ഈ ഫലകം വെച്ച് നമ്മുടെ ചെറിയൊരു വീടാണ്, അത് വെക്കാൻ സ്ഥലമില്ലാതായി. ശരിക്കും പറഞ്ഞാൽ വേറൊരാൾക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ, ഇത് നമ്മുടെ പേരൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഈ ചെടി കണ്ടപ്പോൾ ആലോചിച്ചത് എന്താണെന്നറിയോ? ഒരു ചെടി വളരണമെങ്കിൽ ഈ പോട്ടുണ്ടായാൽ പോരാ, ഈ മണ്ണുണ്ടായാലും പോരാ. ഇത് വളരാനൊരു എക്കോസിസ്റ്റം വേണം, അല്ലേ? ഇതേപോലെയാണ് ഒരു കുഞ്ഞ് വളരണമെങ്കിലും ആ കുഞ്ഞിനൊരു എക്കോസിസ്റ്റം വേണം. ആ എക്കോസിസ്റ്റത്തിന് പറയുന്ന പേരാണ് സമാധാനം.
ശരിക്കും ഒരു കുഞ്ഞിന് അത് മാത്രം മതി. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടായാൽ മതി. നമ്മുടെ കുട്ടികൾ ഭംഗിയായിട്ട് വളരും. അതിനെന്താ വേണ്ടത്? സമാധാനം കൈമാറുന്ന മനുഷ്യന്മാർ വേണം. നമ്മുടെ പഴയൊരു പാട്ടുണ്ട്, ബന്ധുവാര് ശത്രുവാര് എന്നൊരു പഴയ പാട്ടുണ്ട്. അതിലൊരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരിക. ഒരു വീട് കാണുമ്പോൾ നമ്മളതിന് എത്ര നിലയുണ്ട് എന്ന് നോക്കൂലേ? എത്ര നിലയുണ്ട്, എത്ര ഫ്ലോർ ഉണ്ട് എന്ന് നോക്കൂലേ? അതിനെക്കുറിച്ചാണ് പറയണത്. നിലകൾ എണ്ണുവതിൽ കഥയെന്ത് പൊരുളെന്ത്. എത്ര നിലയൊക്കെ ഉണ്ട് നോക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്നിട്ട് അടുത്ത വരിയാണ്, ഹൃദയലയം കാണും കുടിലേ മണിമാളിക. ഹൃദയലയം കാണും കുടിലേ മണിമാളിക. തൊട്ടടുത്തുള്ള മനുഷ്യന്റെ ഹൃദയം കാണുന്ന കുടിലില്ലേ, കുടില്, ആ കുടിലാണ് മണിമാളിക. അതാണ് എക്കോസിസ്റ്റം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമുള്ള ഒരു എക്കോസിസ്റ്റം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you all. Ghafoor sir, please be on stage.